പ്രോപ്പറായിട്ട് ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ ശേഷം അവരുടെ കണ്ടീഷന് പറ്റുന്നതാണോ അല്ലയോ അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള പല ഡയറ്റുകളാണെങ്കിലും ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് കീറ്റോ ഡയറ്റ് എടുത്തു ആൾ മരിച്ചു. അപ്പോൾ ഈ ഓരോ ഡയറ്റ് ചിലർ പറയാറുണ്ട് ഡയറ്റ് എടുത്ത് കിഡ്നി പ്രശ്നമായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ഡയറ്റ് നമ്മുടെ ബോഡിക്ക് സൂട്ടബിൾ ആണോ. അപ്പോൾ അഗെയിൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരിക്കലും ഒരുപാട് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു മെയിൻ കാര്യം നോട്ട് അഡ്വൈസബിൾ ഫോർ എവരിവൺ. നോട്ട് അഡ്വൈസബിൾ ഫോർ എവരിവൺ. 2016 നോബൽ പ്രൈസ് കിട്ടിയ ഒരു സംഭവമാണ് ഓട്ടോഫേജി, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഈ ശരിക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു ഹെൽത്തി വേ ആണ്? തീർച്ചയായിട്ടും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ നല്ലതാണ്. എസ്പെഷ്യലി ഇത്രയും നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ വളരെ ഹെവി ആയിട്ട് ഒരുപാട് കാലറീസ് കൺസ്യൂം ചെയ്യുന്ന ഒരു ജനറേഷനാണ്. സത്യം. ഇപ്പം ഓൺ ആൻ ആവറേജ് നമ്മൾ ഒരു മലയാളി ഏതാണ്ട് 80-90 വർഷം കൊണ്ട് കഴിക്കേണ്ട ഭക്ഷണം അവരുടെ പകുതി ആയുസിൽ തന്നെ കഴിച്ചു തീർക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് അരിയാഹാരം. അതെ, പ്രത്യേകിച്ച് അരിയാഹാരം അത്രയും ഹെവി ഗ്ലൈക്കേഷനാണ് ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏജിങ് വളരെ ക്യുക്കറാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ ഒരു 30 വയസ്സുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ബൈ ലുക്സ് പുള്ളി അതിൽ കൂടുതൽ ഏജ്ഡ് ആയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പേരെ കാണാറുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ബേസിക് കാര്യം എന്ന് പറയുന്നത് ഏജിങ് ആണ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളൊരു 18 hours ഫാസ്റ്റിംഗ് വിൻഡോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ലാസ്റ്റ് ഡിന്നർ കഴിക്കുന്ന സമയം നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നെക്സ്റ്റ് മീൽ കഴിക്കുന്ന സമയം തമ്മിലൊരു 18 hours ഗ്യാപ്പ് കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കുറച്ച് ബയോകെമിക്കൽ പ്രോസസ്സുകൾ ചേഞ്ച് ആവുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മുടെ ബോഡിയിൽ ഒരുപാട് സെനൈലായിട്ടുള്ള സെൽസിനെ അല്ലെങ്കിൽ ഡെഡ് ആവാനായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് റോങ് ആയിട്ടുള്ള രീതിയിലേക്ക് ക്യാൻസറൊക്കെ പോലെ മാറാവുന്ന സെല്ലുകളെ, ദോഷമാവാൻ സാധ്യതയുള്ള സെല്ലുകളെ ബോഡി എന്ത് ചെയ്യുന്നു, അത് അതിൻ്റെ എനർജിക്ക് വേണ്ടി ബ്രേക്ക് ചെയ്ത് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബട്ട് അഗെയിൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരിക്കലും ഒരുപാട് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ ഒരു മെയിൻ കാര്യം നോട്ട് അഡ്വൈസബിൾ ഫോർ എവരിവൺ. നോട്ട് അഡ്വൈസബിൾ ഫോർ എവരിവൺ. ക്യാൻസർ പോലുള്ള കണ്ടീഷൻസിൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാൻസർ പേഷ്യൻസിനും എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ എപ്പോഴും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ നമ്മളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ഹെൽപ്പിൽ മാത്രം. പല കണ്ടീഷൻ IBS ഉള്ള കണ്ടീഷനിലൊക്കെ വളരെ ഡോക്ടറുടെ അഡ്വൈസോടുകൂടി മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ ജനറലി ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, വെയിറ്റ് ലോസ് ഒക്കെ വേണം, ഉറപ്പായിട്ടും വീക്ക്ലി വൺസ് ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്നത് കൊണ്ട് വലിയ തെറ്റില്ല. അഗെയിൻ നമ്മളങ്ങനെ വലിയൊരു ഹ്യൂജ് ഫാസ്റ്റിംഗ് ഒന്നല്ല. 18 hours എന്നുള്ളത് സ്റ്റാർട്ടിങ് നമുക്ക് 12 hours തുടങ്ങാം. അതെ ഡെഫിനറ്റ്ലി അതൊരു ബോഡീനെ ഒന്ന് ട്രെയിൻ ചെയ്യാന്നുള്ളതാണ്. 18 hours എത്തിയാൽ മതി. അപ്പോൾ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി വോളണ്ടറി അബ്സ്റ്റൻസ് ആണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നും നമ്മൾ തന്നെ മെന്റലി ഒക്കെ പ്രിപ്പയർഡായി അല്ലെങ്കിൽ മെന്റലി ഫിസിക്കലി ഒക്കെ പ്രിപ്പയർഡായി നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്ന ഒരു സ്റ്റേറ്റിനെയാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാണ് ഈ ഫാസ്റ്റിങ്ങും പട്ടിണിയും തമ്മിലുള്ള വ്യത്യാസം. നിർബന്ധിച്ച് പട്ടിണി എടുക്കുന്നതിന് പകരം ശരീരത്തെ കൊണ്ട് നമ്മൾ അതിന് പ്രിപ്പയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന വിൻഡോയിൽ നമ്മൾ കുറേ ഇപ്പോൾ ഹെവി ആയിട്ടുള്ള വാക്കുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഫുഡ് കുറച്ച് കൊടുക്കുന്ന ഒരു സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ബോഡിനെ ഒരുപാട് ഓവർ സ്ട്രെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് ഫിസിക്കലി മെന്റലി ഒക്കെ നമുക്ക് ഇപ്പോൾ റെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലീപ്പ് എന്ന് പറയാം. ഇപ്പോൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന ഒരാൾ രാത്രി 12 മണിയായാലും ഒരു 2 മണിയായാലും ഉറങ്ങാതിരിക്കുമ്പോൾ ഇത് ബോഡിക്ക് ഉണ്ടാകുന്ന കൂടുതൽ ഹാമാണ്. കാരണം ഓഫ് കോഴ്സ് ആ ബോഡിയിലൊരു ഗ്ലൂക്കോസ് നീഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു എനർജി സർവൈവ്. ഇപ്പം നമ്മൾ രാത്രി ഉണർന്നിരിക്കണമെങ്കിൽ നമ്മുടെ ബോഡി വർക്ക് ചെയ്യേണ്ട ഒരു മിനിമം എനർജിയുടെ നീഡ് അവിടെ ഉണ്ട്. അപ്പോൾ ആ നീഡ് മീറ്റ് ചെയ്യാതെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഫാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്, ഗുണങ്ങളെക്കാളേറെ. അതായത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണ്, പക്ഷെ അത് പ്രോപ്പറായിട്ട് ഡോക്ടറുടെ ഒരു കൺസൾട്ടേഷൻ ശേഷം അവരുടെ കണ്ടീഷന് പറ്റുന്നതാണോ അല്ലയോ. അത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ മറ്റുള്ള പല ഡയറ്റുകളാണെങ്കിലും ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് കീറ്റോ ഡയറ്റ് എടുത്തു ആൾ മരിച്ചു, അല്ലെങ്കിൽ അപ്പോൾ ഈ ഓരോ ഡയറ്റ് ചിലർ പറയാറുണ്ട് ഡയറ്റ് എടുത്ത് കിഡ്നി പ്രശ്നമായി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ഡയറ്റ് നമ്മുടെ ബോഡിക്ക് സൂട്ടബിൾ ആണോ. നമുക്ക് ഇപ്പം ചിലപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി എന്തെങ്കിലും ഒരു കണ്ടീഷൻ പ്രീ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഓൾറെഡി എന്തെങ്കിലും ഒരു ട്രിഗർ ചെയ്യാനായിട്ടുള്ള ഒരു മോശം പ്രശ്നം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ ഡയറ്റിലൂടെ അതിനെ ട്രിഗർ ചെയ്യുന്നത്.